ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൺ ലെസ് കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റിൽ കൂടി കടന്നു പോകുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് മെസ്സേജുകളാണ് നിങ്ങളുടെ ഇടയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് നിങ്ങളുടെ ഇടയിൽ കൂടി കടന്നു വരുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും ലെസ് കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റിൽ ഉള്ള വ്യക്തികൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് ഉള്ളത്? ഇത് നിങ്ങളുടെ മെസ്സേജ്, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ മെസ്സേജ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. എന്തുകൊണ്ടാണ് എന്നെ വിട്ടുപോയതെന്നും എനിക്കതിൻ്റെ റീസൺ തരണമെന്നും പറഞ്ഞ് നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ശല്യമായിരുന്നോ, എന്തുകൊണ്ടാണ് എന്നെ വിട്ടുപോയതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഫസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഇത് കൂടി ചോദിക്കാം. ഞാൻ നിങ്ങളെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി കൂടി കൊടുക്കും. ഏത് കാര്യത്തിലും ഞാൻ നിങ്ങളോടൊപ്പം നിന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ വിട്ടു പോയത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങൾ ആദ്യം ചോദിക്കുന്നത്. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങളുടെ പേഴ്സൺ അതിന് ഉത്തരം നൽകുന്നത് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നീ എന്നെ ഒരുപാട് ഭരിക്കുന്നതായിട്ടും എന്നോട് ഞാൻ പറയുന്നത് അനുസരിക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായി, കാരണം അവർ പറയുന്നതിന് എതിരായിട്ട് നിങ്ങൾ തർക്കവാദങ്ങൾ നടത്തുകയും അവരെ അനുസരിക്കാതെ നിൽക്കുന്നതായിട്ടുള്ള വിജയം എപ്പോഴും നിനക്ക് വേണമെന്നുള്ള വാശി നീ കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നിങ്ങൾ ഒരുപാട് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് നിങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നതിന് ശേഷം വീണ്ടും റീയൂണിയൻ വരാമെന്ന് ഉള്ള ഒരു എനർജിയിൽ കൂടിയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉപേക്ഷിച്ച് പോകണമെന്ന് വിചാരിച്ചില്ല, കുറച്ച് നേരം കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിന്നതിന് ശേഷം തിരിച്ച് വന്ന് നിങ്ങളെ റീയൂണിയൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ അഹങ്കാരം, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് നിങ്ങളുടെ അഹങ്കാരം എന്ന്. ഓക്കെ, നിങ്ങളുടെ അഹങ്കാരം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നതെന്നും നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ചോദ്യം പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരുടെ ചോദ്യം പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ചോദ്യം, നിങ്ങളുടെ ചോദ്യം. ഓക്കെ, ഇവിടെ നിങ്ങൾ പറയുന്നു നിങ്ങളെന്നും അവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെന്നും അവരില്ലാണ്ട് നിങ്ങൾക്കൊരു നിമിഷം പോലും ഇല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, അഫർമേഷൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നത്തിന് കാരണം, എന്നോട് ഇങ്ങനെ കാണിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ അടുത്തതായി ചോദിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ നിങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഈ ഒരു പ്രശ്നം വന്നത്, ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, എന്നെ വിട്ടു പോകുന്നതിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെലക്ട് ചെയ്യുന്നതിനുണ്ടായ കാരണം എന്താണെന്നാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുന്നത്. അതിന് തരുന്ന ഉത്തരം അവർക്ക് നീതി ലഭിക്കണമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ചോദ്യ ഉത്തരങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത ചിലതായിരുന്നു എന്ന് ജഡ്ജിമെൻ്റാണ് പറയുന്നത്. അവരുടെ ഭാഗത്ത് ചില തെറ്റുകൾ അവർക്ക് സംഭവിച്ചു പോയി. ജഡ്ജിമെൻ്റാണ്, ചില തെറ്റുകൾ അവർക്ക് സംഭവിച്ചു പോയി. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യ ഉത്തരങ്ങളെ ഭയന്നിട്ടാണ് അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തതെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല, ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാഗത്ത് ചില തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഫേസ് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചോദ്യം പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ചോദ്യം, വ്യൂസിൻ്റെ പേഴ്സൻ്റെ ചോദ്യം പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് ചോദ്യം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നമ്മുടെ ഇടയിൽ മറ്റ് ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചോ പരസ്പരം നിങ്ങൾ അങ്ങോട്ട് പറയണം, നിങ്ങളുടെ പേഴ്സണോട് പറയണം കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മളെ തകർക്കാൻ വേണ്ടി ചില വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കുറേ നെഗറ്റീവ് കാര്യങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങളടുത്ത് പറഞ്ഞു തരികയും നമ്മളെ തങ്ങൾ തെറ്റിക്കാൻ ശ്രമിക്കുകയും തേർഡ് പാർട്ടികൾ ശ്രമിച്ചിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,
നിന്നെ ഉപേക്ഷിക്കുന്നത് എന്നെ തകർക്കുന്നതിന് തുല്യമാണ് എന്നു. പക്ഷെ എന്തുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ തോറ്റ് തരിക എന്നുള്ളത്, അല്ലെങ്കിൽ തോൽക്കുക എന്ന്, നിനക്ക് വേണ്ടി ഞാൻ തോൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ ഉള്ള കാര്യമാണ്. എങ്കിലും ഞാനത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വ്യക്തികളിൽ ആരെങ്കിലും നിങ്ങളുടെ മനസ്സല്ലാണ്ട് നിങ്ങളുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെയോ ഇഷ്ടപ്രകാരം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അവരെ വിട്ട് കളയുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങളെ തകർക്കുന്നതിന് തുല്യമാണെന്ന്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടും നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും നിങ്ങൾ ആ ബ്ലെയിം ചെയ്യുകയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ പലപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തി നിന്നിൽ ബ്ലെയിം ചെയ്തത് എൻ്റെ പ്ലാനിങ് ആയിരുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പറയാൻ ആഗ്രഹിക്കുന്നതല്ലേ, പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരിതൊന്നും തുറന്ന് പറയാൻ ആഗ്രഹിക്കത്തില്ല. ഇവിടെ ഞാൻ കാർഡ് വഴി പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ ചെയ്ത കുറ്റം നിങ്ങളിലേക്ക് ബ്ലെയിം ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. അടുത്തത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ചോദിക്കുന്ന ചോദ്യം, അതിനുള്ള ഉത്തരം, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന ഉത്തരം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചോദ്യം, പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരം. ഓക്കെ, ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എടുത്ത തീരുമാനം ഒരു വിഡ്ഢിത്തമായ തീരുമാനമായിപ്പോയി, ഞാൻ നിങ്ങളെ വിശ്വസിച്ചത് എൻ്റെ വിഡ്ഢിത്തരമായിപ്പോയി എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കാണുന്നത് ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഉപരി ഒരു സുഹൃത്തുക്കളെ പോലെ അല്ലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്, എന്നിട്ടും എന്നെ എന്തിനാണ് വഞ്ചിച്ചത് എന്ന്. ഇത് സുഹൃത്തുക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സുഹൃത്തിനും അപ്പുറം ഒരു സ്ഥാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടും എന്തിനാണ് എന്നെ വഞ്ചിച്ചത്, എന്നെ ചതിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിന് തരുന്ന മറുപടി, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മറുപടി, നിങ്ങളുടെ പേഴ്സണെ ചില തോട്ടുകൾ, നെഗറ്റീവായിട്ടുള്ള ചില തോട്ടുകളും കാര്യങ്ങളും അവരെ കെട്ടിയിട്ടിരുന്നു. ഓക്കെ, ഇപ്പോഴും ഞാൻ നിന്നോടൊപ്പം തന്നെയാണ്, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നാലും ഞാൻ നിന്നോടൊപ്പം തന്നെ കാണും എന്നുള്ളതാണ്. പക്ഷേ ചില തോട്ടുകൾ, ചില കംഫർട്ട് സോണിൽ ഞാൻ അകപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മുന്നോട്ടൊന്നും കാണാതെയും നിനക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെയും ഞാൻ അകപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ചോദിക്കുന്ന ചോദ്യം, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള ഉത്തരം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, എന്ത് ഉത്തരമാണ് നൽകുന്നത്? ഓക്കെ, ചോദ്യം ഇതാണ്, ഇനിയും സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരു ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് എനിക്ക് നിങ്ങളിൽ ഇനി വയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ എന്നോട് കാണിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും നിങ്ങളുടെ സ്നേഹത്തിലോ അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നു. നിങ്ങൾ എത്രയൊക്കെ എന്നെ ചീറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല. മൂവ് ഓൺ ചെയ്ത വ്യക്തികളുടെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, ആ നിമിഷത്തെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കൂടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോയിട്ടുള്ള നല്ല നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്ന ഒരു സീനായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിന് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മറുപടി എന്താണ്? ഇനി വിശ്വസിക്കാമോ മുന്നോട്ട് പോകാൻ? ഓക്കെ, ഇവിടെ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അവരാഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, അത് തേർഡ് പാർട്ടീസ് ആകാം, പേരൻസ് ആകാം, മറ്റേതെങ്കിലും ഫാമിലീസ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളാകാം, നിങ്ങളുടെ പേഴ്സൻ്റെ ജോലിയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ സമയം, എന്തും ആകാം.
അപ്പോൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ പറയുന്ന കാര്യവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് പരാജയപ്പെട്ടു പോയി. ഓക്കെ, അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിനക്ക് പറ്റാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നും നിങ്ങളിലാണ് ബ്ലെയിം കാണിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ നിന്നിലാണ് ബ്ലെയിം ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോഴും പറയുന്നത് ഇതാണ്, ഞാൻ പറയുന്നത് എനിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ, അതെല്ലാം ബാലൻസ് എൻ്റെ പേരൻസിനെയൊക്കെ അനുസരിച്ച് എൻ്റെ പേരൻസ് പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് നിനക്ക് മുന്നോട്ട് പോകാമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ഞാൻ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, ഞാൻ കോൾ ചെയ്യാതിരിക്കും, അതൊക്കെ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ഓക്കെ, ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. പ്ലീസ് KDV മദർ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഇതിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള ഒരു എനർജി കൂടി എടുക്കും. എങ്കിൽ പോലും നിങ്ങൾക്കത് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഇത് ഞാൻ ജസ്റ്റ് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട്, ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, വ്യൂസിൻ്റെ പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് KDV മദർ യൂണിവേഴ്സ് കൊടുക്കുന്ന മെസ്സേജ് ഇത് വ്യൂസിന് കൊടുക്കുന്നത്, ഇത് വ്യൂസിൻ്റെ പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജ്. ഓക്കെ, പ്ലീസ് KDV മദർ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ നോക്കാം. നിങ്ങളിൽ തന്നെ ഒന്ന് അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ഇന്നർ വോയിസിനോട് സംസാരിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന രീതി, നിങ്ങളിപ്പോൾ ഏത് ടോക്സിക് ആയിട്ടുള്ള റിലേഷനാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തികളും അനുഭവിച്ച് വരുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കാണ് അതിനെ അളക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കുക. അല്ലാതെ നിങ്ങൾ രണ്ട് മനസ്സോടുകൂടി ഇരിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ ഇത് വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും, വേണ്ടാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ കഴിയും. കാരണം ഇത് മജീഷ്യനാണ്. മജീഷ്യന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കൈകളിലാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ചതിക്കാൻ നിൽക്കരുത്. സത്യാവസ്ഥ എന്തെന്ന് നിങ്ങളാണ് അനുഭവിച്ചത്. അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് പശ്ചാത്തപിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിനോട് ചോദിച്ച് നിങ്ങളൊരു സൊല്യൂഷൻ കാണുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ശരിയായ കാര്യം നിങ്ങളുടെ ആത്മാവിനോട് തന്നെ ചോദിച്ച് നിങ്ങൾ ചെയ്യുക. സത്യത്തെ നിങ്ങൾ മറച്ച് വെച്ചിട്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നിൽക്കരുത്. നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനമെടുക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഒരു വ്യക്തി എപ്പോഴും സന്തോഷത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും ഇരിക്കണം എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിൽ ഗ്രോത്തും സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. യൂണിവേഴ്സിന് വേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾ വിഷമിച്ചിരിക്കരുത്, നിങ്ങൾ കരയരുത്, നിങ്ങളുടെ സോളിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണോട് പറയാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം അവനവൻ്റെ തീരുമാനം അനുസരിച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത്. പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു, തീരുമാനമെടുക്കേണ്ടത് അവരവരാണ്. അതുകൊണ്ട് യൂണിവേഴ്സ് അതിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഇടപെടുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ചെറിയ റീഡിങ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.